എർത്ത്വൈസ് മീഡിയയിലേക്ക് സ്വാഗതം. 111 വർഷം പഴക്കമുള്ള പാമ്പൻ റെയിൽവേ തൂക്കുപാലം ചരിത്രമാകുന്നു. പുതിയ പാലം തുറക്കാൻ തയ്യാറെടുപ്പ് നടക്കുന്നതിനിടെയാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാമ്പൻ പാലം കടലിൽ നിന്ന് നീക്കം ചെയ്ത് സൂക്ഷിക്കാൻ റെയിൽവേ തീരുമാനിച്ചത്. മണ്ഡപം റെയിൽവേ സ്റ്റേഷന് സമീപം പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാനുള്ള ആലോചനയിലാണ് റെയിൽവേ. ഇതിനായി പൊതുജനങ്ങളിൽ നിന്നും യാത്രക്കാരിൽ നിന്നും അഭിപ്രായം തേടും. ഇതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി. 1911 ബ്രിട്ടീഷുകാർ പാമ്പനും മണ്ഡപത്തിനും ഇടയിൽ റെയിൽവേ പാലം പണിതു തുടങ്ങിയത്. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെയും രാമേശ്വരം ദ്വീപിനെയും ബന്ധിപ്പിക്കുന്നതിനും കപ്പലുകൾക്ക് കടന്നു പോകുന്നതിനുള്ള തൂക്കുപാലത്തിനും രൂപം നൽകി. ശ്രീലങ്കയിലെ തലൈമന്നാറ്റിനും ഇന്ത്യയിലെ ധനുഷ്കോടിക്കും ഇടയിൽ ചെറിയ കപ്പൽ ഗതാഗതത്തിന് അനുമതി നൽകി. 1914 ഫെബ്രുവരി 24 ചെന്നൈ എഗ്മോറിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക് പാമ്പൻ റെയിൽവേ പാലത്തിന് കുറുകെ ആദ്യത്തെ ട്രെയിൻ സർവീസ് നടത്തിയ പാമ്പൻ പഴയ റെയിൽവേ തൂക്കുപാലത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതിനാൽ അതിന്റെ ബലം കുറഞ്ഞു വരികയാണെന്ന് അധികൃതർ കണ്ടെത്തി. ഓരോ തവണയും കപ്പലുകൾ വലിയ ബോട്ടുകൾക്കുമായി പുതിയ റെയിൽവേ പാലം ഉയർത്തുമ്പോൾ പഴയ പാലം തുറക്കുന്നത് സുരക്ഷിതമല്ലെന്നും കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് തൂക്കുപാലം കടലിൽ നിന്ന് മാറ്റാൻ റെയിൽവേ തീരുമാനിച്ചത്. പാമ്പൻ റെയിൽവേ തൂക്കുപാലത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളും വിള്ളലുകളും വർദ്ധിച്ചതിനാൽ 2019 റെയിൽവേ പുതിയ പാലം നിർമ്മിക്കാൻ അനുമതി നൽകിയത്. 2019 മാർച്ച് 1 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിലൂടെ ശിലാസ്ഥാപനം നടത്തി. തുടർന്ന് 535 കോടി രൂപ ചിലവിൽ പണി പൂർത്തീകരിച്ചു. പാമ്പൻ പാലം ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പാലമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അസാധാരണമായ റെയിൽവേ പാലങ്ങളിലൊന്നാണ്. പുതിയ പാലം തുറന്ന ട്രെയിനുകൾ രാമേശ്വരത്തേക്ക് ഓടിക്കുന്നതിനുള്ള നടപടികൾ റെയിൽവേ അധികൃതർ സ്വീകരിച്ചു വരികയാണ്. പുതിയ പാലം പ്രവർത്തനക്ഷമമായാൽ പാലക്കാട്ട് നിന്നും മംഗലാപുരത്തു നിന്നും രാമേശ്വരത്തേക്ക് സർവീസ് ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. 1910 ആരംഭിച്ച പാലത്തിന്റെ നിർമ്മാണം 4 വർഷങ്ങൾക്ക് ശേഷം 1914 പൂർത്തിയായത്. അക്കാലത്തെ സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിച്ച ഈ പാലം 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ്.